ഇതേ നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എത്ര പെട്ടെന്നാ ഓരോ വർഷങ്ങളും കടന്നു പോകുന്നത്. ഓരോ മാസങ്ങളും വർഷങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന പോലെ തോന്നും. നമ്മുടെ ലൈഫൊക്കെ ഇപ്പം ഭയങ്കര ബിസി ആയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫോണും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. 2024 കഴിഞ്ഞ് 2025 കിടക്കാൻ പോവുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വർഷം കൊണ്ട് നമുക്ക് ഉണ്ടായതെന്നുള്ള ഒരു വിലയിരുത്തൽ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിലുണ്ടായ ചേഞ്ചും അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു അവസരമാണ് ഈ ഒരു ഡിസംബർ മാസം എന്ന് പറയുന്നത്. നമുക്കിതേ ഡിസംബർ മാസം ആകുമ്പോൾ നമ്മുടെ ക്രിസ്മസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ നമുക്ക് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ തുടങ്ങണ്ടേ. അപ്പോൾ കുറച്ച് ലേറ്റായി. നമ്മൾ പുതിയ വീട്ടിലോട്ട് എത്തിയിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിച്ച് തുടച്ച് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്മസിൻ്റെ കുട്ടി കുട്ടി ഡെക്കോറൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് മുന്നേ നമ്മളൊന്ന് വീട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോ ഏരിയ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പം ഞാൻ ആദ്യം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടോ. എന്തൊക്കെ ഇനി വാങ്ങിക്കണം, ഏതൊക്കെ കയ്യിലിരിപ്പുണ്ട്, ചീത്തയായിട്ടുണ്ടോ, ബൾബൊക്കെ കത്തുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അതിൻ്റെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിലെയും ഹാളിലത്തെയൊക്കെ. അതിനുശേഷം നമ്മുടെ ഇതൊക്കെയില്ലേ, മാറ്റൊക്കെ ഒന്ന് പുറത്ത് പോയി വെയിലത്ത് കൊണ്ടുപോയിട്ടു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ചെയ്തേക്കുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും ഏകദേശം ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതുവരെ ഏർണിങ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഓരോ വീഡിയോ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ലോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു ഭയങ്കരമായ സക്സസ്സിലെത്താനും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരു നാൾ സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലൈഫ് പോലെ തന്നെ. അപ്പോൾ നമ്മൾ മാറ്റൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് കുറേ ദിവസം കഴിഞ്ഞിട്ടൊരു വെയിൽ വന്നപ്പം ആ വെയിലിൻ്റെ ഒരു ചൂടൊന്ന് നമ്മുടെ മാറ്റിനൊക്കെ ഒന്ന് കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ആകെക്കൂടെ ഒരു മഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂമും അതുപോലെ തന്നെ ഈ മാറ്റൊക്കെ ഒന്ന് തണുത്തുറഞ്ഞിരിക്കും. അപ്പോൾ ഒന്ന് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പം ഞാൻ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്പീഡ് ക്ലീനിങ് എന്ന് പറയാം. ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ. സ്പീഡായിട്ട് നമ്മുടെ ബെഡിൻ്റെ അടിയിൽ വശമൊന്നും ക്ലീൻ ചെയ്യുന്നില്ല. അതുപോലെ നമ്മുടെ ഈ സെറ്റിയുടെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്പീഡായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ മോപ്പിന് ചെറിയൊരു കംപ്ലയിൻറ്റ്. അപ്പം നമ്മുടെ റെയിൽവേ മോപ്പില്ലേ അതിന്. അപ്പം നമ്മുടെ സ്പിൻ മോപ്പ് വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. സ്പിൻ മോപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ മറ്റേതാകുമ്പോൾ നമുക്ക് പണി എളുപ്പം കഴിയും. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടിയിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കിച്ചണിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട് കാണുമ്പം ഒരു മനസ്സിലൊരു സന്തോഷമില്ലേ, എന്ന് പറയുന്നത് ഒരു പ്രൗഡാണത്. നല്ല ക്ലീൻ ആൻഡ് നീറ്റായി കിടക്കുന്നത്, തറയൊക്കെ നല്ല വെട്ടിത്തിളങ്ങി കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ ചെറിയ മഴക്കാറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്, കാലാവസ്ഥ നിരീക്ഷകർ പറയുന്ന പോലെ. കുറേ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഹെയർ ഫോളിനും താരനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹോം റെമഡി പറഞ്ഞു തരാം. ഞാനിപ്പം ഒന്ന് തലയിലിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മുട്ടയും അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാളക്ക് എന്താ വില അല്ലേ, എന്നാലും നമ്മുടെ തലയിൽ തേക്കാനല്ലേ. ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സാധനവും പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ, നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഹെയർ ഓയിൽ. ഞാനിത് ഈ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇതൊരു കേരള സർക്കാർ ഉൽപ്പന്നമാണ്. നമ്മുടെ ആയുർവേദ ഡിസ്പെൻസറിയിൽ, നമ്മുടെ സർക്കാരിൻ്റെ ആയുർവേദ ഡിസ്പെൻസറിയിൽ കാണിച്ചപ്പം ഡോക്ടർ എനിക്ക് എഴുതി തന്നായിരുന്നു താരൻ പോവാനും മുടിയൊഴിച്ചിൽ പോവാനൊക്കെ. വിൻസോരിയ എന്നാണ് പേര് കേട്ടോ. നല്ല അടിപൊളി ഹെയർ ഓയിലാണ്. താരനൊക്കെ ഇല്ല ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വിൻസോരിയ 280 രൂപയോ 250 രൂപയോ അങ്ങാണ്ട് റേറ്റ് കേട്ടോ. ഇതിപ്പോൾ തീർന്നു. കാരണം ഞാൻ അങ്ങനെ മുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിൽ കൂടുതലായിട്ടോ. നല്ല റിസൾട്ടാണ്. അതുകൊണ്ടാണ് അത് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സാധാരണ കാച്ചെണ്ണയൊന്നും പറ്റാറില്ല. പക്ഷേ ഈ ഒരു എണ്ണ നല്ല മണവുമാണ്, അതുപോലെ തന്നെ നല്ല എഫക്റ്റീവുമാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുറേ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഇതും ഏകദേശം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. അപ്പം നമ്മൾ മുട്ട അതിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, പിന്നെ സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങ പിന്നെ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ടയുടെ മഞ്ഞ വേണ്ടയിൽ ചേർക്കണ്ട കേട്ടോ. ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ മഞ്ഞ ഒഴിവാക്കും, കാരണം മഞ്ഞയ്ക്ക് ഒരു ഉളുമ്പ് മണമുണ്ട്, അത് ചീത്ത മണമുണ്ട്. അപ്പം ഞാൻ അത് ചേർക്കുന്നുണ്ട്, കാരണം എനിക്ക് എവിടെയും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അതുകൊണ്ട് മുട്ടയുടെ വെള്ളം ചേർത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, മഞ്ഞ ചേർത്താലും വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലൊന്ന് എടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ലിക്വിഡായിട്ട് കിട്ടും, ഈ ഒരു പാകത്തിന് കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എൻ്റെ ഹെയർ ഓയിൽ തീർന്നത് കൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ എണ്ണ, നിങ്ങൾ ഏതാണോ എണ്ണ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പം നല്ലതുപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കില്ലേ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ഹെയർ ഓയിൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് ഈ നമ്മുടെ കുഞ്ഞു ബോട്ടിലില്ലേ, ഈ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്. അതിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുണ്ട്. അപ്പം താഴെ പോവാതെ എനിക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ തോന്നിയപ്പോൾ ഞാനിത് ഇതിലിട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ മുടി ചീവാനായിട്ട് നല്ല സുഖമുള്ളൊരു കോമ്പ്. ഞാനിതുപോലെ ബാക്ക് സൈഡ് ഇതുപോലെ കൂർത്ത മുനയുള്ള കോമ്പില്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് മുടിയിൽ ജടയൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ മുന്നേ കാണുന്ന എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിപ്പം നാട്ടിൽ പോയപ്പം, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കുറച്ച് മുടി അമ്മേനെ കൊണ്ട് മുടി വെട്ടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെയർ ഫോളായിരുന്നു, ഒരു രക്ഷയില്ല. മുടി കാരണം എനിക്ക് തറ തുടക്കുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ നിറച്ച് മുടിയായിരുന്നു. ഈ വീട്ടിലോട്ട് മാറിയതിന് ശേഷം എനിക്ക് വെള്ളം പിടിക്കാഞ്ഞിട്ടാണോ ഇനി വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണോ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ വൈറ്റമിൻ ഡി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നുണ്ട് ഡോക്ടറോട് ചോദിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ മുടിയിൽ ഇതുപോലത്തെ ഹോം റെമഡീസ് ഓരോന്ന് ചെയ്ത് നോക്കുന്നുമുണ്ട്. ഏതിലാണ് നമ്മുടെ സക്സസ് ആവുകയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ 2 കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം മുടി കൊഴിച്ചിൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ. എന്താ കാരണം എന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മുടി കൊഴിച്ചിൽ വരാറില്ല, ഭയങ്കര റെയറായിട്ടാണ് ഇതുപോലെ മുടി കൊഴിയാറ്. കാലാവസ്ഥയൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് മിക്കവാറും വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ അതുകൊണ്ടല്ല, ഇപ്പോൾ ഒരു 3 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മുടി കൊഴിയുന്നുണ്ട്. മുടി കിളുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത് മുടി കിളുക്കുന്നുമുണ്ട്. മോൾ വശത്തൊക്കെ മുടി ഇങ്ങനെ നല്ലതുപോലെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹോം റെമഡീസൊക്കെ പരീക്ഷിച്ച് വല്ലതും നടക്കുമോ നോക്കട്ടെ. അപ്പോൾ ഞാനിതെല്ലാം മുടി മുഴുവൻ വകഞ്ഞെടുത്തിട്ട് ഓരോ സൈഡിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെയറിൽ മുഴുവനായിട്ട് ഈ ഒരു നമ്മുടെ സവാളയുടെ നീര് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സവാള ഇത് നല്ലതുപോലെ സ്കാൽപ്പിൽ പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു മസാജും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരമണിക്കൂർ മിനിമം വെക്കുക, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ എന്തായാലും വെച്ചിട്ട് നമുക്ക് കഴുകി കളയാം. ഷാമ്പൂ ഇട്ട് കഴുകി കളയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ തലയിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കാം. പുറത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഷാമ്പൂ ഇട്ട് കഴുകിക്കും, മുട്ടയുടെ ആ ഒരു മണം ഇഷ്ടമല്ലെങ്കിൽ. പക്ഷെ ഞാൻ കഴുകി കളഞ്ഞൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് പുറത്ത് പോയി. എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ഡെക്കോറിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കടയിൽ പോയി എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ വാങ്ങിക്കണം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഒരു സെർച്ചിങ് നടത്തിയത്, ഇനി എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ എല്ലാം വാങ്ങിക്കണമെന്ന് തോന്നും, പക്ഷേങ്കിൽ എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് കുറച്ച് DIY ഒക്കെ ചെയ്യാമെന്നേ. എന്നിട്ടൊക്കെ നമ്മുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് പുതിയ വീട്ടിൽ. അപ്പം ഞാൻ മുന്നേയുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം, എല്ലാ ക്രിസ്മസിനും നമ്മൾ നല്ലതുപോലെ ഡെക്കോർ ചെയ്യാറുണ്ട്, ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്, അതുപോലെ നല്ല നല്ല ലൈറ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പം അത് ഈ വർഷവും ഉണ്ട് കേട്ടോ. കുറച്ച് ലേറ്റായെന്നേ ഉള്ളൂ, സാഹചര്യങ്ങൾ മൂലം എന്ന് പറയാം. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ നല്ല നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഗിഫ്റ്റുകളൊക്കെ കണ്ടു കേട്ടോ. കാണാനെല്ലാം ക്യൂട്ടായിരുന്നു. അതുകൊണ്ടെല്ലാം ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയ നല്ല ക്യൂട്ട് ഗിഫ്റ്റുകൾ. റേറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ, 110, 150, 160 ആ ഒരു റേറ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എങ്ങനെയുള്ള ഡെക്കോറൊക്കെ നിങ്ങൾക്ക് ചെയ്യണം, അല്ലെ ഏതൊക്കെ ഏരിയയിൽ വെച്ച് നല്ലതായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇനിയുള്ള നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വീഡിയോകളാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.